നമസ്കാരം. എല്ലാവരുടെയും മനസ്സിൽ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. സിന്ധൂർ 1 സിന്ധൂർ 2 ഇന്ത്യയുടെ പ്രത്യാക്രമണം പാകിസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു. ഇനി എന്താണ് പോംവഴി എന്നുള്ളതാണ് ചോദ്യം. നമ്മളിവിടെ വിശകലനം ചെയ്യുന്നതും അതാണ്. പാകിസ്ഥാന് മുന്നിലുള്ള പോംവഴികൾ എന്താണ്, ഭാരതത്തിന് മുന്നിലുള്ള പോംവഴികൾ എന്താണ്? ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പാകിസ്ഥാനെ ആക്രമിച്ച് ഇല്ലാതാക്കുവാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം അവിടുത്തെ തീവ്രവാദ ഗ്രൂപ്പുകളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. നമ്മുടെ സാധാരണ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. നമ്മുടെ രാഷ്ട്രത്തിന്റെ പരമാധികാരം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു രാഷ്ട്രമല്ല, പല രാഷ്ട്രങ്ങൾ കൂടി ചേർന്ന ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ. ഇത് ഞാൻ പറയാൻ കാരണം, അവിടുത്തെ സിവിലിയൻ ജനത ഒരു ഭാഗത്ത്, അവിടുത്തെ സൈന്യം മറുഭാഗത്ത്, അവിടുത്തെ തീവ്രവാദ ഗ്രൂപ്പുകൾ വേറൊരു ഭാഗത്ത്, അവിടുത്തെ രാഷ്ട്രീയക്കാർ വേറൊരു ഭാഗത്ത്, ഇതെല്ലാം കൂടെ കൂടിച്ചേർന്നുള്ള ഒരു ഭരണ സംവിധാനം, ആകെ കുത്തഴിഞ്ഞ കുഴഞ്ഞു മറിഞ്ഞ ഒരു ഭരണ സംവിധാനമാണ് പാകിസ്ഥാൻ്റേത്. ഇന്ത്യയിലും ഈ എല്ലാ ഗ്രൂപ്പുകളും ഉണ്ട്, തീവ്രവാദികൾ ഒഴികെ. പക്ഷേ ഇന്ത്യയിൽ ഇവയൊക്കെ തമ്മിൽ അച്ചടക്കത്തോടെ, കൃത്യതയോടെ, നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു, നോക്കൂ, ആദ്യ ദിവസം തന്നെ സിന്ധൂർ ഓപ്പറേഷൻ കഴിഞ്ഞ് ആദ്യം എങ്ങോട്ടാണ് പോയത്? അദ്ദേഹം പ്രസിഡന്റിന്റെ അടുത്തേക്കാണ് പോയത്. കാര്യങ്ങൾ വിശദീകരിക്കുന്നു. അതുപോലെ തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പ്രധാനമന്ത്രിയെ കാണുന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും സൈന്യങ്ങളുമായി സംസാരിക്കുന്നു. പിന്നീട് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മുമ്പിൽ സംസാരിക്കുന്നു. നമുക്ക് ചിട്ടയായ ഒരു ക്രമമുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരും വാളെടുത്തവൻ വെളിച്ചപ്പാടാകുന്ന സ്ഥിതിയാണ് പാകിസ്ഥാന്റെ അവസ്ഥ. അതുകൊണ്ട് തന്നെ ആർ എവിടെ അവസാനിപ്പിക്കണം എന്ന് ഇന്ത്യ തീരുമാനിക്കുന്നിടത്ത് കാര്യങ്ങൾ അവസാനിക്കും. ഇന്ത്യ ഒരൊറ്റ കാര്യമേ സിന്ധൂർ നടത്തിയതിന് ശേഷം, നമ്മുടെ പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ നൽകിയ ആദ്യ തിരിച്ചടി നടത്തിയതിന് ശേഷം 3 വാക്കുകളാണ് പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞത്: പ്രിസിഷൻ, മെഷറബിൾ, നോട്ട് എസ്കലേറ്റിംഗ്. എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അളന്നു കുറിച്ച് ഇനിയൊരു വ്യാപനമില്ലാതെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ചെയ്തു. അതിനുശേഷം പ്രധാനമന്ത്രി വ്യക്തമാക്കി, നൗ വി ഹാവ് സെർവ്ഡ് ജസ്റ്റിസ്, നമ്മൾ നീതി നടപ്പിലാക്കി എന്ന് പറഞ്ഞു. എന്നിട്ട് പാകിസ്ഥാൻ ഒരു വാണിംഗും കൂടി കൊടുത്തു. ഏതെങ്കിലും തരത്തിൽ, ആ മുന്നറിയിപ്പ് ഇങ്ങനെയായിരുന്നു, ഏതെങ്കിലും തരത്തിൽ ഇതിനൊരു പ്രത്യാക്രമണം ഉണ്ടായാൽ ഫലം രൂക്ഷമായിരിക്കും. കാരണം ആദ്യ ആക്രമണത്തിൽ നമ്മൾ ഒരിക്കലും അവരുടെ സൈന്യത്തെ ഉന്നം വെച്ചില്ല, അവിടെയുള്ള ഇതര സന്നാഹങ്ങളെ ഉന്നം വെച്ചില്ല. നമ്മൾ ഉന്നം വെച്ചത് തീവ്രവാദികളെയാണ്. നമ്മുടെ കാശ്മീർ ജഗുലാർ വെയിൻ എന്ന് പറഞ്ഞതുപോലെ തീവ്രവാദികളുടെ ജഗുലാർ വെയിനാണ് ഇന്ത്യ സിന്ധൂർ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇല്ലാതാക്കിയത്. എന്നാൽ മത തീവ്രവാദവും രാഷ്ട്രീയവും സൈനിക നേതൃത്വവും എല്ലാം കൂടിക്കുഴഞ്ഞ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഒരു നിയന്ത്രണവും ഇല്ലാതെ കിടക്കുന്ന പാകിസ്ഥാനിൽ താല്പര്യ ഗ്രൂപ്പുകൾക്ക് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പിന്നോക്കം പോവുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. അവിടുത്തെ തീവ്രവാദികൾക്ക് ഇതെപ്പോഴും രാഷ്ട്രീയത്തിൽ മുഴപ്പിച്ചു നിർത്തുക എന്നുള്ളത് അവരുടെ വലിയ ഒരു ശ്രമമാണ്. എങ്കിൽ മാത്രമേ അവർക്ക് നിലനിന്ന് പോകാൻ കഴിയൂ എന്നുള്ളതാണ്. അതിനുള്ള പൈസ അവർക്ക് വേണം, അവർക്കിത് മുന്നോട്ട് കൊണ്ടുപോകണം. എങ്കിലേ ഈ തീവ്രവാദ ശക്തികൾക്ക് ഈ ലോകത്ത് നിലനിന്ന് പോകാനാകൂ. അതുകൊണ്ട് തന്നെ അവർ പരമാവധി പരിശ്രമിക്കുകയാണ്. ഇന്ത്യയിലെ ഒരു വിഭാഗം ആർക്കും ഈ യുദ്ധം ഒരു ദിവസം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ആഗ്രഹമായിരുന്നില്ല. അവിടെ വെച്ച് അവസാനിപ്പിക്കാനായിരുന്നു ഒരർത്ഥത്തിൽ നമ്മുടെ കമ്മിറ്റികളൊക്കെ ചേർന്നപ്പോൾ എടുത്ത തീരുമാനം. പക്ഷേ അതിന് ബദലായി രാത്രിയിൽ അന്ന് വൈകുന്നേരം തന്നെ പാകിസ്ഥാനിൽ നിന്ന് നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരിലെ 15 സാധാരണ നിരപരാധികളായ ഗ്രാമീണരുടെ ജീവൻ എടുത്തുകൊണ്ടാണ് പാകിസ്ഥാൻ പ്രതികരിച്ചത്. ഇന്ത്യൻ പ്രധാനമന്ത്രി അപ്പോഴേ പറഞ്ഞു, ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരും. അങ്ങനെ രാത്രി എത്തിയപ്പോഴേക്കും തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു, ഷെല്ലാക്രമണം ഉണ്ടാകുന്നു. പൂഞ്ചിൽ ഉൾപ്പെടെയുള്ള, നേരത്തെ അതിർത്തി തർക്ക പ്രദേശത്ത് മാത്രമായിരുന്നെങ്കിൽ പിന്നീട് അതൊക്കെ മാറി പല ഭാഗത്തും ശക്തമായിട്ടുള്ള ഷെല്ലാക്രമണം ഉണ്ടാകുന്നു. ഇന്ത്യ അതിന്റെ സർവ്വസന്നാഹങ്ങളും ഒരുക്കുന്നു. പക്ഷേ അതിനെ തുടർന്ന് ഇന്ത്യയുടെ പല സൈനിക കേന്ദ്രങ്ങളെയും പാകിസ്ഥാൻ ഉന്നം വെക്കുന്നതായിട്ടുള്ള വിവരം ഇന്ത്യക്ക് ലഭിക്കുന്നു. തുടർച്ചയായി നിരന്തരമായി ഒരു പൂക്കുറ്റി പോലെ ആകാശത്ത് ആക്രമണം നിരത്തിക്കൊണ്ടാണ് ഇന്ത്യ അതിന് മറുപടി പറഞ്ഞത്. കൃത്യമായി ഒരൊറ്റ സിവിലിയൻ ജീവൻ പോലും കവരാതെ പ്രധാനമായിട്ടും അവർ ഭാരതത്തെ ഉന്നം വെച്ച മുഴുവൻ മിസൈലുകളും നിർവീര്യമാക്കിക്കൊണ്ട്
അവരുടെ പ്രധാനപ്പെട്ട ലോഞ്ചിങ് പാഡുകളെല്ലാം നശിപ്പിച്ചുകൊണ്ട്, അവരുടെ എയർബോൺ സിസ്റ്റത്തെ ഇല്ലാതാക്കിക്കൊണ്ട്, അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ആണ് ഇന്ത്യ അതിന് മറുപടി പറഞ്ഞത്. ഇപ്പോൾ അവരുടെ മുന്നിലുള്ള ചോദ്യം എന്തെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാൻ എന്ത് ചെയ്യും എന്നുള്ളതാണ്. കാരണം തീവ്രവാദികൾക്ക് എന്തെങ്കിലും ചെയ്ത് കാണിച്ചെങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാനാവൂ. ഇനിയും അവർക്ക് ഒന്നേ ചെയ്യാനാവൂ, നിരായുധരായ ജനങ്ങളുടെ മുന്നിൽ, സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ മുന്നിൽ പോയിന്റ് ബ്ലാങ്കിൽ നിർത്തി എന്തെങ്കിലും ചെയ്യുക. അതിനപ്പുറത്ത്, കാരണം അതിന് ധാരാളം സ്ലീപ്പർ സെല്ലുകൾ ഇപ്പോഴുമുണ്ട്, പാകിസ്ഥാൻ വളർത്തിക്കൊണ്ടുവന്ന സ്ലീപ്പർ സെല്ലുകൾ. അവയെ ഇല്ലാതാക്കുവാനാണ് ഇന്ത്യ പരമാവധി പരിശ്രമിക്കുന്നത്. പക്ഷേ പാകിസ്ഥാൻ മണ്ണിൽ നിന്നാണ് ഇനിയും അത് ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ പാകിസ്ഥാൻ എന്നൊരു രാഷ്ട്രം തന്നെ ഭൂമുഖത്തിൽ ഉണ്ടാവില്ല എന്ന് നിരന്തരമായി നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഒരു രാഷ്ട്രീയ നേതൃത്വവും ഒരു സൈനിക നേതൃത്വവും ഒന്ന് ആലോചിച്ച് നോക്കും, പാകിസ്ഥാനിൽ എത്ര തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഉയരുന്നത്. അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തെ സൈനിക നേതൃത്വം തള്ളി പറയുന്നു, സൈനിക നേതൃത്വത്തെ അവിടുത്തെ തീവ്രവാദ ഗ്രൂപ്പുകൾ തള്ളി പറയുന്നു. ഇവിടെ കൃത്യമായി ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന്റെ പ്രത്യേകത അറിയാലോ. അമ്മയെ തെല്ലിയാലും രണ്ടു പക്ഷം എന്ന് പറയുന്നത് പോലെ ഏത് അഭിപ്രായത്തിനും ഏത് കാര്യത്തിനും 3, 4, 5 അഭിപ്രായങ്ങൾ ഉണ്ടാകുന്ന ഈ ഭാരതത്തിൽ ഇത്തവണ പ്രതിപക്ഷവും ഭരണപക്ഷവും ഇതര കക്ഷികളുമെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പറഞ്ഞു, ഇതിനെതിരെ ശക്തമായി തിരിച്ചടിക്കും. ഇത് ഭാരതത്തിൽ നിന്ന് ഉയരുന്ന ഐകകണ്ഠേന ഉയരുന്ന തീരുമാനമാണെന്ന് പാകിസ്ഥാനെ നമ്മൾ ഓർമ്മപ്പെടുത്തി. പാകിസ്ഥാന് വിശ്വാസം വന്നില്ല, കൊണ്ടപ്പോൾ മതിയായി. ഇപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ആരാണ് സൈന്യത്തെ നിയന്ത്രിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ പോലും അഭിപ്രായ വ്യത്യാസമാണ്. അക്കാര്യത്തിൽ പോലും തീരുമാനമെടുക്കാൻ കഴിയാത്ത പാകിസ്ഥാനാണ് ഭാരതത്തെ തീർക്കാനായി വരുന്നത് എന്നുള്ളത്. അതുകൊണ്ട് ഈ യുദ്ധം അവസാനിക്കണമെങ്കിൽ, ഇനി ഈ സമാധാനം പുലരണമെങ്കിൽ പാകിസ്ഥാനിലെ നമ്മുടെ തന്നെ സഹോദരങ്ങളോട് നമുക്ക് പറയാനുള്ളത്, സമാധാനവും പുരോഗതിയും കൊണ്ടുവരുന്നതിന് അവിടെയുള്ള ഇത്തരത്തിലുള്ള തീവ്രവാദ ഗ്രൂപ്പുകളെ നിങ്ങൾക്ക് എന്ന് പുറത്താക്കാൻ കഴിയുന്നു, ഇന്ത്യക്കെതിരെയുള്ള നിഴൽ യുദ്ധം നിങ്ങൾക്ക് എന്ന് അവസാനിപ്പിക്കുവാൻ കഴിയുന്നുവോ, രാജ്യത്തിന്റെ പുരോഗതിയും ഐക്യവും അഖണ്ഡതയും ലക്ഷ്യം വെച്ചുകൊണ്ട് നല്ലൊരു ഭരണ സംവിധാനം നിങ്ങൾക്ക് എന്ന് പുനഃസ്ഥാപിക്കുവാൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടാകുന്നുവോ, അന്ന് വരെ ഇത് തുടർന്നുകൊണ്ടിരിക്കും. അന്ന് വരെ നിങ്ങൾക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ശിക്ഷ നൽകുവാൻ ഭാരതം തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമാണ് പറയുവാനുള്ളത്. സ്വിച്ച് ഇട്ട പോലെ നിർത്തുന്ന ഒരു ആക്രമണവും ഒരു ആക്രമണമല്ല ഇത്. ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നത്തിൽ ഒരുപാട് സമ്മർദ്ദ ഗ്രൂപ്പുകളുണ്ട്, പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ. ഈ സമ്മർദ്ദ ഗ്രൂപ്പിന്റെ സമ്മർദ്ദം അതിജീവിച്ച് തീരുമാനമെടുത്തു പോകാൻ, പ്രത്യേകിച്ച് അവിടെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുടെ സമ്മർദ്ദത്തിന് അടിപ്പെട്ട തീവ്രവാദ സ്വഭാവമുള്ള സൈനിക നേതൃത്വമാണ് അവിടെ നിലനിൽക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ, സമ്മർദ്ദത്തിന് തീരുമാനമെടുക്കുന്ന ഈ ശക്തികളെ ഒഴിവാക്കിയെങ്കിൽ മാത്രമേ സമാധാനം പുലരുകയുള്ളൂ. ഭാരതവും പാകിസ്ഥാനും സുഹൃത്തുക്കളായി ഈസ്റ്റ് ജർമ്മനിക്കും വെസ്റ്റ് ജർമ്മനിക്കും ഒന്നിക്കാമെങ്കിൽ നാളെ ഒരുപക്ഷെ ഭാരതത്തിനും പാകിസ്ഥാനും കൈകോർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ ജനതയുടെ, നമ്മുടെ സഹോദരങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു നല്ല ഭാരതമാണ്, നല്ലൊരു നാളെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. നല്ലൊരു അയൽക്കാരൻ നമുക്ക് എപ്പോഴും മാതൃകയാണ്. എന്നാൽ ഒരിക്കലും പഠിക്കാത്ത പാകിസ്ഥാൻ ഇനിയെങ്കിലും തിരുത്തിയില്ല എങ്കിൽ ഇത് ഇവിടം കൊണ്ട് അവസാനിക്കില്ല, തുടർന്നുകൊണ്ടേയിരിക്കും. ഇനി പാകിസ്ഥാന് ലഭിക്കുന്ന മറുപടികൾ നേരത്തെ നമ്മൾ പ്രധാനമന്ത്രി സൂചിപ്പിച്ചതുപോലെ ജലവും രക്തവും ഒരുമിച്ചൊഴുകുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, എപ്പോഴാണോ നിങ്ങൾ സമാധാനം ആഗ്രഹിച്ച് നല്ലൊരു രാഷ്ട്രമായി ഇന്ത്യയോട് പെരുമാറുന്നത്, അക്കാലഘട്ടത്തിൽ മാത്രമേ ഇനി ഇന്ത്യയിൽ നിന്ന് നല്ലൊരു തീരുമാനം നിങ്ങൾക്ക് അനുകൂലമായി മാറാൻ സാധ്യതയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ശാന്തി പുലരുവാനുള്ള ശ്രമങ്ങൾ ഇരുഭാഗത്തും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.